ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സെട്രൈൻ ബസാൾട്ട് ഇറക്കിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ ഇവരെന്തായാലും ഇപ്പോൾ നമ്മുടെ C3 എയർക്രോസ് എന്ന് പണ്ട് പേരുണ്ടായിരുന്ന വണ്ടിയിൽ കൂടി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ട് പേരുണ്ടായിരുന്ന വണ്ടി എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ അവർ C3 എന്ന് പറഞ്ഞ ഒരു പേര് ഇതിൽ നിന്ന് ഉപേക്ഷിച്ചു. പകരം സെട്രൈൻ എയർക്രോസ് എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഈ വാഹനത്തിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ റീസൺ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇന്ത്യയിൽ ഇങ്ങനത്തെ നെയിമിംഗ് ഉള്ള വണ്ടികളൊന്നും വർക്കാവില്ല. അതായത് ഇപ്പോൾ ഗോ പ്ലസ് എന്ന് പറഞ്ഞ് രണ്ട് വണ്ടികൾ ഇറക്കി, രണ്ടും ഫ്ലോപ്പായി. അതായത് സെയിം പേര് ബേസ് ചെയ്തിട്ടുള്ള വേറെ തന്നെ വലിയ വേർഷൻസ് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ചെറിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിന് സെയിൽസ് കുറവായിരിക്കും എന്നുള്ള പൊതുവേ ഉള്ളൊരു മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ വണ്ടിയുടെ കേസിലും C3 ആയിട്ട് ഇപ്പോൾ ഇതിനൊരു ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവർ ആ ഒരു പേര് ഉപേക്ഷിച്ചു. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ എക്സ്റ്റീരിയറിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഫോഗ് ലൈറ്റും അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ, ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. സൈഡിലേക്ക് വരുമ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിസൈനിൻ്റെ ഡിഫറൻസ് ഒന്നും പറയാനില്ല. അലോയ് വീൽസ് എല്ലാം നമുക്ക് 17 ഇഞ്ച് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. ഇതിന് മുന്നേ ടോപ്പ് എൻഡിൽ 17 ഇഞ്ച് വീൽസ് തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ ഒരു സൈഡ് ക്ലാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. ആക്ച്വലി ബോഡി സൈഡ് ക്ലാഡിംഗ് നേരത്തെ ഉണ്ടായിരുന്നു. ഡോറിൻ്റെ താഴത്തുള്ളൊരു ക്ലാഡിങ്ങും ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴേക്കും ചെറിയൊരു സ്പോയിലർ പോലത്തെ ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഡിസൈനിൻ്റെ ചേഞ്ച് ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. നമുക്ക് മെയിനായിട്ടുള്ള ഡിസൈൻ വ്യത്യാസം വരുന്നത്, ഡിസൈനല്ല, ഒരു റൈറ്റിങ്ങിൽ വ്യത്യാസം വരുന്നത് എയർ ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ റൈറ്റിംഗ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നേരത്തെ C3 എയർ ക്രോസ് എന്ന് പറഞ്ഞാൽ അവർ ചെറുതായിട്ടായിരുന്നു എഴുതുള്ളൂ. ഇപ്പോൾ അതൊക്കെ മാറി വലിയ രീതിയിൽ എയർ ക്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെനിക്കൊരു ഇത്തിരി ഓക്വേർഡായിട്ട് തോന്നി. നേരത്തെ റൈറ്റിംഗ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. മറ്റത് തന്നെ അവർ എയർ ക്രോസ് എഴുതി വെച്ചിട്ട് C3 എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പം MG ചില വണ്ടികളിലൊക്കെ ഭയങ്കര വലുതായിട്ട് എഴുതില്ല. ഗ്ലോസ്റ്റർ എന്നൊക്കെ പണ്ട് എഴുതില്ലേ, അത് ഇതിനേക്കാൾ വലുതായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്തായാലും LED ടൈൽ ലാംപ്സ് ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ റിയർ വൈപ്പർ വാഷർ ഡിഫോഗർ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതൊന്നും അല്ല, അത് ഞാൻ പറയാം. പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.5 ലക്ഷം രൂപയ്ക്കാണ്. ഓക്കെ, അതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എങ്ങനെയാണ് 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ പറ്റുന്നത് എന്നുള്ളത്. എന്തായാലും എക്സ്റ്റീരിയർ ഡിസൈനിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. നേരത്തെ തന്നെ ബസാൾട്ടിൻ്റെ കൂടെ അവർ ഈ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മാറ്റങ്ങളുള്ളതെന്ന്. ഇനി അകത്തെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ ബസാൾട്ടിൽ കണ്ടപോലെ അവർ മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ പവർ വിൻഡോസിൻ്റെ പ്ലേസ്മെൻറ്റ്, അത് നേരത്തെ വളരെ മോശമായിരുന്നു. ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുന്നൊരു വണ്ടിയിൽ ആകെപ്പാടെ ഡ്രൈവർ സൈഡിൽ 2 പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടിലത്തെ വിൻഡോസിൻ്റെ. പക്ഷേ ഇപ്പോൾ അത് മാറി നമുക്ക് 4 പവർ വിൻഡോ കൺട്രോൾസും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു സ്ഥലത്തായിട്ട് കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഡ്രൈവറിൻ്റെ ഡോർ പാഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റം, ORVMസിലേക്ക് വരുമ്പം അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെയും പറ്റുമായിരുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അതും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഡാഷ്ബോർഡിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ നമ്മൾ സീറ്റിൻ്റെയൊക്കെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു ലെതററ്റ് ആൻഡ് ഫാബ്രിക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. താഴത്തെ പോർഷനിൽ ലെതർ, മുകളിൽ ഫാബ്രിക്. അങ്ങനെ ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്റ്റോൺ ക്ലസ്റ്റർ എല്ലാം സെയിം ആണ്. പക്ഷേ നമുക്ക് ഓട്ടോ AC ഇതിൻ്റെ അകത്ത് ഇനി തൊട്ട് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അകത്തൊരു ചെറിയ ഡിസ്പ്ലേ സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്. സെയിം ബസാൾട്ടിൽ കണ്ട അതേ യൂണിറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഓട്ടോ ACയുടെ യൂണിറ്റ് ആണ്. അല്ലാണ്ട് ഫുള്ളി ടച്ച് പാഡൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം മാനുവൽ, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരു വയർലെസ് ചാർജിങ് പാഡ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സാധാരണ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സാധാരണ വണ്ടികളിൽ വയർലെസ് ചാർജർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് അവിടെ സ്റ്റോറേജ് മുകളിലുണ്ട്, വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്, അതിൻ്റെ താഴത്തെ കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. പിന്നെ ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്റ്റോൺ ക്ലസ്റ്റർ എല്ലാം സെയിം ആണ്. 10.25 ഇഞ്ച്, മറ്റേ ഇൻസ്റ്റോൺ ക്ലസ്റ്റർ വരുന്നത് 7 ഇഞ്ച്. വേറൊരു വ്യത്യാസമുള്ളത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവർ തന്നെ ഡാഷ്ബോർഡിൽ ആഡ് ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് പോർഷൻ ആവാനാണ് ചാൻസ്. അത് നേരത്തെ ഒരു ബ്രോൺസ് പോലത്തെ ഫിനിഷ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റൈൽ ഫിനിഷിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. നേരത്തെ ഒരുപാട് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഈ വണ്ടിയിൽ. പക്ഷേ ഇപ്പോൾ അത് മാറി ഒരു ഡ്യുവൽ ടോൺ ക്യാബിൻ പോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളും അത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നടുവിലത്തെ ആംബ്രസ്റ്റിൽ നമുക്ക് സ്റ്റോറേജ് അവൈലബിൾ ആണ്. മാത്രമല്ല അതിന് നീളം അവർ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് ചെറിയ ആംബ്രസ്റ്റ് ആയിരുന്നു. ഈവൻ ദോ അവർ കുറച്ച് കാലം മുന്നേ അതിൻ്റെ ആംബ്രസ്റ്റ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു എങ്കിൽ പോലും, അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രൈവറിന് മാത്രമേ, ഈ പണ്ടത്തെ ഡസ്റ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് അങ്ങനത്തെ ടൈപ്പ് ഡ്രൈവറിൻ്റെ സീറ്റിലും ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സംഭവമായിരുന്നു. പിന്നെ ബാക്കിൽ നമുക്ക് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി മുതൽ 5 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിലും ബാക്കിൽ AC വെൻ്റ് ഉണ്ടാവും. ഇതിന് മുന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുന്നത്തെ വണ്ടിയിൽ 5 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ AC വെൻസ് തന്നെ ഇല്ലായിരുന്നു. അതൊരു വളരെ വലിയ ഫ്ലോ ആയിരുന്നു. പക്ഷേ 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ AC വെൻസ് കിട്ടും. വേറൊരു പ്രശ്നം, 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സെൻട്രൽ ആംബ്രസ്റ്റ് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ചെയ്ത കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എടുത്ത് കളഞ്ഞു. നമുക്കിപ്പം മിക്ക വേരിയൻസിലും ഇതിനകത്ത് ആവശ്യത്തിന് ഫീച്ചേഴ്സ്
വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ വണ്ടി 8.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നത് എന്നുള്ളത്. സിട്രോയിൻ ബസാൾട്ട് ഇറക്കിയ സമയത്ത് 7.99 lakhs എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലാണ് ഇറക്കിയത്. പക്ഷേ മിക്കവാറും ആൾക്കാരൊന്നും ആ പ്രൈസിൽ ആ വണ്ടി വാങ്ങാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് 1.2 NA എഞ്ചിനാണ് ആ വാഹനത്തിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ C3 എയർക്രോസിൻ്റെ കാര്യത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് 9.99 lakhs സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഇപ്പോൾ അത് അവർ 8.49 lakhs ആക്കി കുറച്ചിട്ടുണ്ട്. റീസൺ ഈ സെയിം 1.2 ലിറ്റർ NA പെട്രോൾ 3 സിലിണ്ടർ എഞ്ചിൻ ഇതിൻ്റെ അകത്തും വന്നിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. അത് നമുക്ക് 82 PS പവറും അതുപോലെ 115 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത്. പറഞ്ഞു വരുമ്പോൾ C3യിൽ വലിയ കുഴപ്പമില്ലാത്ത എഞ്ചിനാണ്. ആക്ച്വലി C3യിൽ NA എഞ്ചിൻസിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ നല്ലൊരു എഞ്ചിനാണ്. പക്ഷേ ബസാൾട്ടിലേക്ക് വരുമ്പം ആവറേജ് എഞ്ചിനാണ്. ഈ വണ്ടിയിലേക്ക് വരുമ്പോഴും വളരെ ആവറേജ് ആയിരിക്കും. കാരണം ഇത് ബസാൾട്ടിനേക്കാൾ കുറച്ചും കൂടെ ഹെവിയാണ്, ഇത്തിരി കൂടെ വലിയ SUV ആണ്. നിങ്ങൾ എന്തായാലും ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു എഞ്ചിൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. ടർബോ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതിപ്പോൾ അവർ ജസ്റ്റ് വണ്ടി ഇങ്ങനെ പുതിയൊരു വേർഷനായിട്ട് അതായത് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കാനുണ്ട്. അപ്പോൾ പിന്നെ പ്രൈസ് ഒരു ഇത്തിരി കുറച്ച് കാണിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കാം ചിലപ്പോൾ ഇതിനും 1.2 NA കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മൾ സിട്രോയിൻ്റെ ഡീലർഷിപ്പിൽ പോകുകയാണെങ്കിൽ 1.2 NA വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നുമില്ല. ഞാൻ ബസാൾട്ടൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ 1.2 ടർബോ മാത്രമേ ഉള്ളൂ. എന്നെ ഞാൻ ചോദിച്ച സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് ഇല്ല. ഈവൻ ഞാൻ പോയ സമയത്ത് ടർബോ ഓട്ടോമാറ്റിക് മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. മാനുവൽ വണ്ടിയും വന്നിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൈസ് ചാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. 1.2 NA യുവും അതുപോലെ പ്ലസ് വേരിയൻറ്റ് സെയിം നമ്മൾ ബസാൾട്ടിൽ കണ്ട പോലെ തന്നെ 2 വേരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ബസാൾട്ടിൻ്റെ ഇതിൻ്റെ പ്ലസ് വേരിയൻറ്റ് എക്സ്ഷോറൂം പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ്. 9.99 lakhs തന്നെയാണ് 1.2 NAയിൽ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ 1.2 ടർബോയുടെ പ്ലസ് വേരിയൻറ്റും മാക്സ് വേരിയൻറ്റും ഉണ്ട്. യു വേരിയൻറ്റ് ഇനി മുതൽ നമുക്ക് 1.2 ടർബോയിൽ കിട്ടുന്നതായിരിക്കില്ല. നേരത്തെ 1.2 ടർബോ ആണെങ്കിലും നമുക്ക് ബേസ് മോഡൽ യു ഉണ്ടായിരുന്നു. 9.99 lakhs അത് കിട്ടുമായിരുന്നു. പക്ഷേ അതിപ്പോൾ അവരെടുത്ത് കളഞ്ഞു. അതിന് പകരം ഈ ഒരു വേരിയൻറ്റ് പ്ലസ് NAയിലാണ് കൊടുക്കുന്നത്. 11.95 lakhs ടർബോയുടെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13.25 lakhs വരും. അതായത് 1.3 lakhs കൂടുതലുണ്ട്. പിന്നെ ടർബോ മാക്സ് 12.7 ആണ് എക്സ്ഷോറൂം വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13.99 lakhs എക്സ്ഷോറൂം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ വേരിയൻസ് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില വേരിയൻസിലൊക്കെ അത്യാവശ്യം പ്രൈസേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 30,000 to 50,000 ഇടയിൽ വരെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് പ്രൈസേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് എന്തായാലും ഇതിന് മുന്നേ ഉള്ള വണ്ടിയുടെ പ്രൈസ് എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം 5 സീറ്റർ മോഡലിൻ്റെ പ്രൈസിംഗ് ആണ്. 7 സീറ്റർ വേണമെങ്കിൽ ജസ്റ്റ് അഡീഷണൽ 35,000 rupees കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ തന്നെ 7 സീറ്റർ എന്ന് പറയാൻ പറ്റില്ല, 5+2 കൺഫിഗറേഷനുള്ള വണ്ടി കിട്ടും. ബാക്കിൽ അങ്ങനെ അധികം സ്പേസ് ഒന്നും വരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒക്കേഷണൽ യൂസ് ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ കൂടുതൽ സ്പേസ് കിട്ടും. അതാണ് 5 സീറ്ററിൻ്റെ ഗുണം. ആക്ച്വലി 5 സീറ്റർ എടുക്കുന്നതാണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ നല്ലത്. ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ വണ്ടിയുടെ കേസ് കഴിഞ്ഞു. വേറൊരു അപ്ഡേറ്റും കൂടെ സിട്രോയിൻ കൊടുത്തിട്ടുണ്ട്. അതാണ് C3യുടെ കാര്യം. ഈ വണ്ടിയും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റഡ് പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ പുറത്തു വന്നതാണ്. 6.16 lakhs നോർമൽ വേരിയൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോഴും 3 വേരിയൻസ് ആണുള്ളത്. ഒരു ബേസിക്, അതായത് ഒരു ടോപ്പ് ആൻഡ് ഷൈൻ ട്രിം ഉണ്ട്. ബാക്കി ലിവും ഫീലും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയുണ്ട്. ബസാൾട്ടിലും എയർക്രോസിലും ഒക്കെ കണ്ട ഫീച്ചേഴ്സൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ LED ഹെഡ് ലാംപ്സ് ആയിക്കോട്ടെ, അത് എക്സ്റ്റീരിയറിൽ, ബാക്കി എക്സ്റ്റീരിയറിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബൈ ദ വേ ORVMസിലേക്ക് സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അത് നേരത്തെ ഫെൻഡറിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു 360 റിവ്യൂവിൽ അവർ ഫെൻഡറിൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ എന്തായാലും നമുക്ക് സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ഉറപ്പാണ്. പിന്നെ ബാക്കിൽ വൈപ്പർ വാഷർ റീഫോർ ഇതൊക്കെ നേരത്തെ വന്നതാണ്. C3യുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, സിട്രോയിൻ്റെ ലോഗോ. ബാക്കി സാധനങ്ങളൊന്നും എക്സ്റ്റീരിയറിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഷാർക്ക് ഫിൻ ആൻറ്റിന് ഈ വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ ഒരു റൂഫ് റെയിൽ പോലത്തെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും ആക്ച്വലി പറയാനില്ല. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഡിസൈൻ വൈസ് എല്ലാം സെയിം തന്നെയാണ് കിട്ടുന്നത്. ആകെപ്പാടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോസ്മെറ്റിക് ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ്, അതായത് ഇപ്പം പുതിയ ഓട്ടോ AC കൺട്രോൾ പാനൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 7 inches പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റർ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ഡോറിലൊക്കെ പവർ വിൻഡോ സ്വിച്ച് 4 വന്നിട്ടുണ്ട്. ബാക്കിലത്തെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് എല്ലാം തന്നെ നമുക്ക് നോർമലി ഡോറിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് സെൻറ്റർ കൺസോളിലൊന്നും കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ മാറ്റമായിട്ട് വന്നു. സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ഒന്നും ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നിൽക്കുന്ന വണ്ടിയാണല്ലോ. പിന്നെ ഓറഞ്ച് ഇൻറ്റീരിയേഴ്സ് ഒക്കെ നിങ്ങൾ ആ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ കിട്ടുമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ വണ്ടിയിൽ ഓറഞ്ച് ഇൻറ്റീരിയേഴ്സ് ഒന്നുമില്ല. ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ് ഈ വണ്ടിയിലും വരുന്നത്. ഇവർ ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുക്കേണ്ടതായിരുന്നു, അതിപ്പോഴും കൊടുത്തിട്ടില്ല എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കിൽ ആംറെസ്റ്റും അതുപോലെ നമുക്ക് നടുവിൽ ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ 3 point സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ 2 വണ്ടികളും ബസാൾട്ടിലായിക്കോട്ടെ, ഈവൻ ആക്ച്വലി എയർക്രോസിലായിക്കോട്ടെ, C3യിലായിക്കോട്ടെ, എല്ലാത്തിലും 6 എയർ ബാഗ്സ് ഇനി തൊട്ട് സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് അതിൻ്റെ അകത്തൊക്കെ തന്നെ 6 എയർ ബാഗ്സ് കിട്ടുന്നുണ്ട്. നമ്മളെന്തായാലും പറഞ്ഞു വന്നിരുന്ന കാര്യം ഇതല്ല.
ഇതിന് നേരത്തെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് 1.2 ടർബോ ആയിരുന്നു. അവർ 2 വേരിയൻസിൽ കൊടുത്തിരുന്നു ടോപ്പ് എൻഡിൽ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പുതിയ അപ്ഡേറ്റ് വന്നപ്പം ജസ്റ്റ് ടോപ്പ് എൻഡ് ഷൈൻ മോഡൽ മാത്രമാക്കി ടർബോ. അതും ടർബോ എന്ന് പറയുമ്പം ടർബോയിൽ വൈറ്റ് പാക്ക് ഇല്ലാത്ത ഡ്യുവൽ ടോൺ മാത്രമുള്ള ഡ്യുവൽ ടോണും വൈറ്റ് പാക്ക് ഒരുമിച്ച് അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ അവർ ടർബോ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് കൂടെ പുറത്ത് വിട്ടിരിക്കുകയാണ്. അത് നേരത്തെ പുറത്ത് വിടാത്തൊരു സംഭവമായിരുന്നു. 10 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഈ ഒരു C3 ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫൈനലി വണ്ടി വന്നു. ഇത്രയും കാലം ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങണമെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയി പോയി എന്നുള്ളതാണ് പ്രശ്നം. 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബസാൾട്ടിലും അതുപോലെ C3 എയർക്രോസിലും ഒക്കെ കണ്ട അതേ എഞ്ചിൻ തന്നെ. പവറും സെയിം ആണ്. 110 PS പവറും 205 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. സോ ആ കാര്യത്തിലൊന്നും യാതൊരു കുറ്റവും പറയേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത്രയും പ്രൈസ് കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓൺ റോഡ് വരുമ്പോൾ 11.5 അടുത്ത് എന്തായാലും ആവുമായിരിക്കും. ഇതിൻ്റെ നോർമൽ ടർബോ തന്നെ ഏകദേശം 9 lakhs എക്സ്ഷോറും ഉണ്ടായിരുന്നു. ഇപ്പം ഓട്ടോമാറ്റിക് വന്നപ്പോൾ ഇത് ഈ റേഞ്ച് ആയെന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു റേഞ്ചിലെ ആൾക്കാർ ഇതിന് ടർബോ വാങ്ങുമോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും താഴെ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.